ഒരു ഹെൽത്തി ആയ ഒരാൾ ഒരിക്കലും ആ രീതിയിൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആൾക്ക് ഫിറ്റ്നസ് വേണ്ടേ? ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ള സംഗതി ഒരിക്കലും എപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയല്ല. അതിന് നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഒരു നിക് നെയിമാണ്, അതൊരു പഞ്ചിനിട്ടതാണ്. അതിലൊരു സീക്രട്ട് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരി ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു 3 to 10 ഇയർ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ്സായിട്ട് മാറുള്ളൂ. ഒരു സംരംഭകത്വം ശരിക്കും അവിടെ കൊണ്ടാണ് തുടങ്ങുന്നത്. നല്ല പെയിൻഫുൾ ആണ് ആക്ച്വലി. എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം എന്നുള്ള ഒരു സംഗതി ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. ആ ഒരു സ്വപ്നത്തിലേക്ക് അടുത്ത സ്വപ്നത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളൊരു സെക്കൻഡ് ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, റഹീംജി പറയൂ, എന്തൊക്കെയാണ് നിങ്ങളെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പരിചയപ്പെടുത്തും? ഏകദേശം കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓൺടർപ്രണർ, ട്രെയിനർ, കുറേ മേഖലയിലുള്ള ഒരാളാണ്. എന്തൊക്കെയാണ് നിങ്ങളെ ഒരു കുറഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം? ഓക്കെ, താങ്ക് യു ജാഫർ സർ ഫോർ ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് റഹീം റാസ് എന്നാണ്. റാസ് എന്ന് പറഞ്ഞാൽ ഒരു നിക് നെയിമാണ്, അതൊരു പഞ്ചിനിട്ടതാണ്. അതിലൊരു സീക്രട്ട് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ആം ബേസിക്കലി സിവിൽ എഞ്ചിനീയർ, സ്ട്രാറ്റജിക് ബിസിനസ് കോച്ചാണ്, അതോടൊപ്പം തന്നെ സംരംഭകനാണ്. നിരവധി സംരംഭങ്ങൾ ഒരു 10-22 വർഷത്തോളമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, എഡ്യൂക്കേഷൻ മേഖലയിൽ, ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ, അതേപോലെ തന്നെ ലോജിസ്റ്റിക് പുതുതായിട്ട് ഒരു ഓപ്പണിംഗ് ആക്കിയിട്ടുണ്ട്. ഇത്രയും മേഖലയിലുള്ള ഒരു പരിജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പിച്ച് എങ്ങനെ തയ്യാറാക്കാം. ഒരു സാധാരണഗതിയിൽ ബിസിനസ്സുകാരൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അത് എങ്ങനെ നിർത്താമെന്ന് ആലോചിക്കുന്നതാണ്. അപ്പോൾ ശരിക്കൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു 3 to 10 ഇയർ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ്സായിട്ട് മാറുള്ളൂ. ഒരു സംരംഭകത്വം ശരിക്കും അവിടെ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നല്ല പെയിൻഫുൾ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ അനുഭവിച്ച ആ ഒരു പെയിനിനെ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുക, കൈമാറ്റം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ല, നമ്മൾ അനുഭവിച്ച പെയിന് അത് അവരിൽ ഇല്ലാതെയാക്കുക, സൊല്യൂഷൻ ആക്കുക. പെയിൻ അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിലാണോ അതോ ബിസിനസ് കൺസൾട്ടിംഗ് ഫീൽഡിലാണോ, ഏതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? നിലവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സംരംഭകൻ എന്നുള്ള നിലക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ 2-3 ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കൺസ്ട്രക്ഷനിൽ ഓൾറെഡി പാർട്ട്നേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്കില്ലെക്സ് അക്കാദമി എന്ന് പറയുന്ന അതിൽ പാർട്ട്നേഴ്സാണ്. സ്വിഫ്റ്റ് ലോജിസ്റ്റിക് എന്ന് പറയുന്നതിൽ പാർട്ട്ണറാണ്. അതേപോലെ തന്നെ നിരവധി ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, നന്ദിനിയുടെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അത് അത്ര അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല, പക്ഷേ ക്ലിക്കാവും തീർച്ചയായിട്ടും. കാരണം ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ള എല്ലാ മേഖലയിലും ഒന്ന് കൈവച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈനിൽ ഇഷ്ടം പോലെ കാണാം. പക്ഷെ തീർത്തും വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ടോക്ക് ഷോ എന്ന് പറയുന്ന പ്രോഗ്രാം. അതും ടോക്ക് ടേണിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഒരു 50+ കമ്മ്യൂണിറ്റിയുള്ള ഒരു എക്കോസിസ്റ്റം ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അതിന് നമ്മൾ മുന്നേ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ എത്താനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ആസ് ദ പാർട്ട് ഓഫ് നൗ ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഈ 3 കാര്യങ്ങൾ തന്നെയായിരിക്കും എല്ലാ സമയത്തും പോവാം. ഓരോ ലെവലിലും നമ്മളുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഹീറോ ടോക്ക് ആ ലെവലിനനുസരിച്ച് ഇമ്പ്രൂവ്ഡ് ആവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലെവൽ 0 ആണ്. നമ്മളുടെ എല്ലാ സൊല്യൂഷൻസും, നമ്മൾ കൊടുക്കുന്ന എല്ലാ സൊല്യൂഷൻസിലും പറയാം. പക്ഷെ ലെവൽ 1ലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിഷിലേക്ക്, നിങ്ങളൊരു പ്രൊജക്റ്റിലേക്കോ ഒരു നിഷിലേക്കോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റിലേക്കോ വരിക, അവിടെ അതിന് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നെയിം, അതിൽ നിങ്ങൾ ഡെസിഗ്നേഷൻ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതിൻ്റെ ഒരു സോഷ്യൽ ഗോളിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് നീങ്ങാം. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? അപ്പോൾ ഹീറോ ഡോഗിന്റെ രാജാവ് മിസ്റ്റർ മുസ്തഫ പുളിയക്കോട്, മിസ്റ്റർ മസ്റ്റിൻ തന്നെ അവിടെ തുടങ്ങാം. ഒരു 1.5 മിനിറ്റൊക്കെ നിങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുണ്ട്, ഇതിൽ നിങ്ങൾക്ക് സമയം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവസാനിക്കാൻ 1 മണിക്കൂറും 55 മിനിറ്റുമാണ് നമ്മളെ മുമ്പിലുള്ളത്. അതേപോലെ നമ്മൾ ഈ ഒരു സാധനത്തിൽ 10 മിനിറ്റാണ്. അതിലിപ്പം 1 മിനിറ്റും 40 സെക്കൻഡും കഴിഞ്ഞു. 1.5 മിനിറ്റ് അവസാനിച്ചു. നിങ്ങളുടെ ടൈം. ഓക്കെ, താങ്ക് യു വൺകാസ്റ്റ് ഗിവിംഗ് ഫോർ സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. പിന്നെ ഞാൻ ഇറ്റ്സ് മീ മുസ്തഫ, മിസ്റ്റർ മസ്റ്റിൻ ദ യങ് മേക്കർ. 30 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി സർട്ടിഫൈഡ് ആയുള്ളൊരു വേൾഡ് ക്ലാസ് ഫിറ്റ്നസ് എക്സ്പേർട്ടാണ് ഞാൻ. മിസ്റ്റർ ഇന്ത്യ 2017 3 പ്രാവശ്യം തുടർച്ചയായി മിസ്റ്റർ സൗദി അറേബ്യ ആയിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള ഫിറ്റ്നസ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപനമായ എം ജിമ്മിൻ്റെയും എൻ്റെ പേഴ്സണൽ ബ്രാൻഡായ മിസ്റ്റർ മസ്റ്റിൻ്റെയും വിഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ഡെയിലി ലൈഫ് ഈസിയാക്കി ഫിറ്റ്നസ്സും സ്റ്റാമിനയും ഹെൽത്തി ലൈഫ് സ്റ്റൈലും പ്രൊമോട്ട് ചെയ്ത് പീസ്ഫുള്ളും ടെൻഷൻ ഫ്രീ ലൈഫിലേക്ക് എല്ലാ ജനങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ലോകത്ത് എവിടെയാണെങ്കിലും എത്ര തിരക്കിനിടയിലും നിങ്ങളെ ചെറുപ്പമാക്കുക, ഈ ചെറുപ്പം നിലനിർത്തുക, അതുമായി മെൻ്റലി ഫിസിക്കലി എനർജറ്റിക് ആക്കി നിങ്ങളൊരു ഹാപ്പി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ മസ്റ്റിൻ, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ സൗദി അറേബ്യ. ഒരുപാട് നേട്ടങ്ങൾ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് നേടിയിട്ടുണ്ട് നമുക്ക് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. അപ്പം പരിചയപ്പെടുത്തിയതിൽ എനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് റഹീംജിയിലേക്ക് പോലെ. റഹീംജിനെ ഞാൻ ഒരു തവണ പരിചയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി നമുക്ക് റഹീംജിനെ കൊണ്ട് ഒരു തവണ പരിചയപ്പെടുത്തി വീണ്ടും ഒന്നുകൂടി വർഷങ്ങളുടെ ബന്ധവും പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. റെഡി? യെസ്, പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എന്തായാലും എൻ്റെ പേര് റഹീമാണ്, റഹീം റാസ്. സ്ട്രാറ്റജിക് ബിസിനസ് കോച്ചാണ്, സംരംഭകനാണ്. നിരവധി ബിസിനസ്സുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ, അതേപോലെ എഡ്യൂക്കേഷൻ, ലോജിസ്റ്റിക്, അതുപോലെ B2B ബിസിനസ്സുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി അവർക്കൊരു നല്ലൊരു പിച്ച് ഉണ്ടാക്കി കൊടുത്ത് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജിക് ബിസിനസ് കോച്ച് എന്നുള്ള നിലയിൽ. ഇൻവെസ്റ്ററെ കണ്ടെത്തലാണോ അതോ ഇൻവെസ്റ്റർ ആവശ്യമുള്ള ആളുകളെ സഹായിക്കുകയാണോ? എന്താണ് ചെയ്യുന്നത്? ആവശ്യമുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റർ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? ഇൻവെസ്റ്ററെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതാണ് ഒരു വലിയൊരു ചാലഞ്ചായിട്ട് നമ്മളെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. നിലവിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിൽ അങ്ങനെ ഒരു ട്രാപ്പായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ നമ്മൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് വർഷം എടുത്തത് വളരെ വിത്തിൻ 1 ഇയർ 2 ഇയർ കൊണ്ട് അവർ സെറ്റിൽ ആവാനുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 3-4 ബിസിനസ്സുകളിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് പരിഹരിച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലുള്ള ആളുകൾക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി ജംഷിയിലേക്ക് വരാം. ഓക്കെ, ജംഷി ഒന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ സാധാരണ എല്ലാ നമ്മളെ 360 ഡിഗ്രി ക്ലബിലും ഡോക്ടറിൻ്റെ മീറ്റപ്പിലൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. കുറച്ചും കൂടി അധികം സമയമുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരാണ് ജംഷി? പറയും. പേര് ജംഷി. ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ലക്ഷ്യം വെച്ചാൽ ആളുകൾക്കൊരു സെക്കൻഡറി ഹോം നിർമ്മിച്ചു കൊടുത്ത് അവരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്കൻഡറി ഇൻകം നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ അടുത്ത ഒരു 10 ഇയേഴ്സിന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല ആളുകൾക്കും ഇപ്പോൾ നമ്മളെ റഹീം സാർ പറഞ്ഞ മാതിരി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്.
അപ്പോൾ ഇവരിലേക്കൊക്കെ സേഫായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ പേരിലും എന്നാലോ അവർക്ക് നാളെ കുറച്ച് നേരം നമ്മളെ ഹാപ്പിനെസ്സിനും വേണ്ടി മാറ്റി ഒരു സമയം കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു റിസോർട്ട് ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആളുകൾക്ക് സമാധാനത്തോടു കൂടി അവരുടെ പേരിൽ ഭൂമിയായിട്ട് ഇൻകം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അതിനുള്ള കാരണം അത്തരം ഒരു പ്രൊജക്റ്റിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ്? ഷുവർ. ഇപ്പോൾ ഒന്ന് ഡിസൈൻ മേഖലയിൽ ഈ ഇത്രയും 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മളുടേതായിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾക്ക് എവിടെ അവർക്ക് അടുത്ത ലക്ഷ്യം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, എവിടെയെങ്കിലും ഒരു സെക്കൻഡറി ഇൻകം വേണമെന്നില്ല. അത് ആ ഒരു പെയിൻ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഒന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്ത് അത് പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ തന്നെ അതിൻ്റെ പേപ്പേഴ്സ് ഉണ്ടല്ലോ, പറഞ്ഞ വാക്കല്ല പോലെ, അങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ആ ഒരു പെയിൻ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലസ്റ്ററുകൾക്കും സമീർ, നമ്മൾ ഓരോ ക്ലസ്റ്ററുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ടോപ് 10 ടീമാണ് അല്ലേ? ടോപ് 10ന്റെ പഴയകാല അല്ലെങ്കിൽ പുതിയ കാല ടീം എല്ലാവരും ഒരുമിച്ച് ടോപ് 10ന്റെ 2ാമത്തെ ക്ലസ്റ്റർ ആണ് ഇപ്പം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്ന് നടന്നിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒന്ന് നടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച വീണ്ടും നമ്മൾ ഐഡിയ ഫാക്ടറിയുടെ ഒരു ക്ലസ്റ്റർ നടന്നു. ഇത് വീണ്ടും നമ്മൾ ഒരു ടോക്ക് സാധാരണഗതിയിൽ ആദ്യത്തെ വ്യാഴാഴ്ച ടോക്ക് ഷോ ആണിത്. വ്യാഴാഴ്ച ടോക്ക് ഷോയുടെ സാധാരണഗതി ഉണ്ടാവാറുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളും ശനിയാഴ്ചകളുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇത് നമ്മൾ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പൊ ഇനി എല്ലാ വ്യാഴാഴ്ചകളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ 360 ഡിഗ്രി ക്ലബിന് വൺകാസ്റ്റിന്റെ ആളുകൾക്ക് ഈ ടോക്ക് ഷോയിൽ ലൈവായിട്ട് തന്നെ വരാം. ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. 6 പേരാണ് സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്നുള്ള ടോക്ക് ഷോകളിൽ നമ്മൾ 6 പേരാണ് ഉണ്ടാവുക. അപ്പൊ 6 പേരും ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചതുപോലെ തന്നെ നമ്മളുടെ ഓരോ മേഖലകൾ നമ്മൾ പറയുന്നു. നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എക്സ്പീരിയൻസിനെ സെല്ല് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളുടെ ഇത്രയും കാലത്തെ അറിവിനെയും നമ്മളെ എക്സ്പീരിയൻസുകളെയും സെല്ല് ചെയ്യണം എന്നുള്ള അത് ആ രീതിയിലുള്ള ഒരു പ്രൊജക്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സൂപ്പർബ് വേദിയായിട്ടാണ് ടോക്ക് ഷോ ടോക്ക് ഷോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ലെവൽ 0യിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് സംസാരിക്കും. 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോയിന്റുകൾ മുസ്തഫ സർ, നമ്മൾ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അവിടെ ടോക്ക് ഷോ നടക്കുക. ഒന്ന്, നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മൾ എന്തോ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രശ്നം എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് സൊസൈറ്റിയിലേക്ക് എന്ത് സൊല്യൂഷനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഡീപ്പായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് റെക്കോർഡാണ്. റെക്കോർഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന, അതായത് നമ്മൾ നേരിടുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ. സോഷ്യലി നമ്മൾ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സൊല്യൂഷൻസ് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്കോ അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ കുറെ ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്നാണ് 2ാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 20 മിനിറ്റ് വീതമാണ് ഓരോ സെഷനുകളും ഉണ്ടാവുക. അപ്പോഴാണ് കാര്യം യുവർ സൊല്യൂഷൻ ടു ദ സൊസൈറ്റി. ഷെയർ ദ സൊല്യൂഷൻ യു പ്രൊവൈഡ് ടു മേക്ക് ലൈഫ്സ് ബെറ്റർ. മറ്റുള്ളവരുടെ ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്, അതാണ് നിങ്ങളിവിടെ പറയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ഡയറക്റ്റ്ലി ലൈവ്, ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ BTalk TVയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ നമ്മളുടെ തന്നെ നെറ്റ്വർക്ക് 50,000 വരുന്ന നമ്മുടെ വിർച്വൽ പാർട്ട്നേഴ്സിനിടയിൽ ഇത് പോകുന്നതായിരിക്കും. പ്രധാനമായിട്ടും അവരെയാണ്. കാരണം നമ്മൾ ഇത്രയും കാലത്തെ കണക്ഷൻസിൽ ഉണ്ടാക്കിയെടുത്ത 50,000-ഓളം വരുന്ന നെറ്റ്വർക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 600-ലധികം വരുന്ന മെന്റേഴ്സ്, സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്, ഇവരിലേക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് കൊടുക്കാനും അവരെ പരസ്പരം കണക്ട് ചെയ്യിക്കാനും നമ്മൾ ഒന്ന് റിവേഴ്സ് അടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോക്ക് ഷോ എന്നുള്ള പേരിൽ BTalk ഷോ എന്നുള്ള പേരിൽ നമ്മൾ വീണ്ടും 2ാമത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളുടെ സൊല്യൂഷൻ എന്താണ്, നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കുറഞ്ഞ സമയത്തിൽ നമ്മൾ പറയുക. ഓക്കെ, വളരെ കുറഞ്ഞ സമയങ്ങൾ, മൊത്തം നമുക്ക് എല്ലാവർക്കും കൂടി 6 പേർക്കും കൂടി നമുക്ക് 20 മിനിറ്റ് സമയമാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ആരാദ്യം പറയും? മിസ്റ്റർ മാസ്റ്റർ. വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ?
ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ 4 ടൈപ്പ് ആളുകളുണ്ട് അല്ലേ? ഏതൊക്കെ? ഒന്ന് സുഖമില്ലാത്ത ആൾക്കാർ അല്ലേ? അസുഖമുള്ള ആൾക്കാർ, അതായത് സുഖമില്ലാത്ത അസുഖമുള്ള ആൾക്കാർ. ശരി. രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞാൽ അസുഖമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഭയങ്കര മടി, തടി കൊണ്ട് വയ്യ, മനസ്സെത്തുന്നിടത്ത് ശരീരത്തില്ല. ഈ ഒരു കൂട്ടർ, അതായത് ആൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് ആ ആളുകളെ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. നാലാമത്തെ ഇതിലൊന്നും പെടാതെ വീൽ ചെയറിലായ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കുള്ള ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൊല്യൂഷനാണ് എൻ്റെ അടുത്തുള്ളത്. ഓക്കെ, ഏത് രീതിയിലൊക്കെയാണ്? അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഹെൽത്തി ആയ ഒരാള്, ഒരു ഹെൽത്തി ആയ ഒരാള് ഒരിക്കലും ആ രീതിയിൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആൾക്ക് ഫിറ്റ്നസ് വേണ്ടേ? ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ള സംഗതി ഒരിക്കലും എപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയല്ല. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് തറവാട് സ്വത്തായിട്ട് കിട്ടൂല, അത് കളവ് കക്കാൻ പറ്റൂല, അത് ഒരാൾക്ക് കൈമാറാൻ പറ്റൂല. ഈ സംഗതിക്ക് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ നമ്മൾ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും വേണ്ട ഒരാളാണ് ഒരു ട്രെയിനർ. അയാൾക്ക് ഇറ്റ് സെൽഫ് ട്രെയിനർ ആവാം, അല്ലെങ്കിൽ ട്രെയിനർ ഹയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ട്രെയിനറിങ്ങിന് എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റർമാരുണ്ടാവും, അവരെ കണ്ടിട്ട് സൊല്യൂഷൻ ചോദിക്കാം. ഒന്ന് ഈ ടൈപ്പ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞാല് അസുഖം എന്തെങ്കിലും വെച്ചാൽ ഒരു അസുഖമില്ല, നാളെന്തെങ്കിലും പറ്റു വെച്ചാൽ ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതിലേറെ നല്ല അസുഖമായി കിടക്കുന്നതാണ്. എന്നാൽ എന്താ, ആൾക്കാർക്ക് വിസിറ്റിങ്ങിനും ചെയ്യാൻ മതി. അപ്പൊ ഈ ടൈപ്പ് ആളുകൾക്ക് ട്രെയിനർ മാത്രം പോരാ. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് 2 പേര് വേണം. അതിലൊന്നാണ് ഡയറ്റീഷ്യൻ, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ്. കാരണം ഇവിടെ അസുഖം ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഡയറ്റിനെ കുറിച്ച് അറിയുന്ന എക്സ്പേർട്ടായ ഒരാളെ സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ്. അവരെ ഹയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ പിന്നെ ഫിറ്റ്നസ് സെന്ററുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ സെന്ററുകളോ എവിടെ വെച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അസുഖമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അപ്പോൾ 2 പേരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പിന്നെ സബ് ഹെൽത്തി ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ അസുഖമൊന്നും ഇല്ല എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തിരിച്ച് ലൈഫിലേക്ക് ഫിറ്റ്നസ് ആയി വരാൻ പറ്റും. മൂന്നാമത്തെ ആൾ അസുഖമുള്ള ആളാണ്. അവിടെ ഒരു ഡോക്ടറെ സപ്പോർട്ട് വേണം. ഡോക്ടറെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അയാൾ അസുഖം, ഷുഗർ ആണെങ്കിൽ ഷുഗർ, BP ആണെങ്കിൽ BP, തൈറോയ്ഡ് കുറയുള്ളൂ. അത് കുറഞ്ഞു കഴിഞ്ഞാലും അയാൾ പിന്നെ ഒരു ഭക്ഷണം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ അസുഖത്തിലേക്ക് വന്നത്. അപ്പം അയാൾ എന്ത് ചെയ്യണം? ഒരു ഡയറ്റീഷ്യൻ അയാളെ ലൈഫിൽ എന്തായാലും വേണം. ഡയറ്റീഷ്യൻ ഇല്ലെങ്കിൽ വീണ്ടും അയാൾ പിന്നെയും മരുന്ന് ഡോക്ടർ പിന്നെയും കാണേണ്ടി വരും. അപ്പോൾ ഒരു ഡോക്ടർ വേണം, ഒരു ഡയറ്റീഷ്യൻ വേണം, പിന്നെ അയാൾക്കൊരു ട്രെയിനർ വേണം. എന്തിനാണ്? ഹെൽത്തി കാറ്റഗറി ഞാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ഈ 3 കാറ്റഗറിയുള്ള ആളുകൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു ലൈഫിൽ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ഒരു ട്രെയിനർ. ശരി, ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങളെ സൊല്യൂഷൻസ് പറഞ്ഞു. ഞാൻ അടുത്ത ട്രിപ്പിൽ വീണ്ടും കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാം. ഇപ്പൊ പറയണ്ടേ? അടുത്ത ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഞാൻ റഹീംജിനോട് ചോദിക്കുന്നത്, നമ്മളെ സമയം വളരെ മണിക്കൂട്ടി ഇങ്ങനെ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റഹീംജി, നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? അതായത് ഒരു സംരംഭകൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെന്ന വ്യക്തി, നമ്മുടെ വ്യക്തിയുടെ മൈൻഡ് സെറ്റ്, അതാണ് അൾട്ടിമേറ്റ്ലി. ഈ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്താൽ അയാൾ സംരംഭകനാവും, അയാൾ ടെക്നീഷ്യനാവും, അയാൾ സ്വയം ജോലി ചെയ്യുന്ന ആളുകളായിട്ട് മാറും, ഒന്നും ചെയ്യാത്ത ആളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇൻബോണായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സ്കില്ലിനെ, സോഫ്റ്റ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ ബ്രെയിനിലെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരെന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർ രാവിലെ വരുന്നു, വൈകിട്ട് വരെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് സിസ്റ്റത്തിൽ പോകുന്ന ആളുകളാണ്. തീർത്തും ഇപ്പോൾ MSME ബിസിനസ്സുകാരൊക്കെ ഒരുപാട് ഫണ്ട്, ലോണ് കടമെടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരു ROI റിട്ടേൺ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് വരുമ്പോൾ കടക്കാരനായിട്ട് മാറുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുക എന്ന് പറയുന്നത്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ, ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാനും ഒരു മോഡലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് അവരെ ഒന്നുകിൽ അവർ കൊളാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ കൺസൾട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിരവധി പാർട്ട്നേഴ്സ് ചെയ്യുന്ന ബിസിനസ്സിൽ ഭാഗവാക്കാവും. ഇതുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെടാൻ ലോസ് കുറവായിരിക്കും.
ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഹൈ റിട്ടേൺ കിട്ടുന്ന ബിസിനസ്സുകളുണ്ടാവും. പെട്ടെന്ന് റിട്ടേൺ കിട്ടും. പക്ഷെ റിട്ടേൺ കിട്ടുമ്പോൾ റിസ്ക് ഫാക്ടർ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, അപ്പോൾ റിസ്ക് കുറവായിരിക്കും. ഇതിലാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ കാശ് പോയി പോകും. ശരിയല്ലേ? അതേ സമയത്ത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു മീഡിയം ആയിട്ട് കിട്ടുന്നു. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, റിയൽ എസ്റ്റേറ്റിൽ ഇപ്പൊ ജംഷി ചെയ്യുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ് ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും കുറവായിരിക്കും റിയൽ എസ്റ്റേറ്റിൽ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും. ഓക്കെ, പലതും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ചിലത് നമ്മുടെ ഓരോ ബിസിനസ്, ഇപ്പോൾ B2B ബിസിനസ്, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക് ഫാക്ടർ കൂടുതലാണ്, പക്ഷെ റിട്ടേണും കിട്ടും. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹൈ റിട്ടേൺ കിട്ടുന്നതിലല്ല, സസ്റ്റെയിൻ ആയിട്ട് നിലനിൽക്കുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെന്റ് പിച്ചിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ്. ഓക്കെ, ഗ്രേറ്റ്. നന്നായിട്ട് അവതരിപ്പിച്ചു. നമുക്ക് അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ജംഷി, എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ഫസ്റ്റ് അവരുടെ സ്വപ്നമായിരിക്കും ഒരു വീട് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ വീട് ശരിക്കും ആദ്യത്തെ വീട് ശരിക്കും നമുക്ക് ഡെഡ് അസറ്റ് ആണല്ലോ. അതെ, പക്ഷെ അത് ഒന്നും കിട്ടുന്നില്ല. അത് പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതെ, അത് ഡെഡ് അസറ്റ് ആയിട്ട് കിടക്കുമ്പോൾ പല ആളുകൾ വെച്ചാൽ അത് ലോൺ എടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പല വീടുകളും ഉണ്ടാക്കുന്നത്. അത് ശരിക്കും നമുക്കതൊരു ബാധ്യത ആയിട്ട് വരാറുണ്ട്. നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഞാൻ സൊല്യൂഷൻ കൊടുക്കുന്നത് ഇവരുടെ ഒരാളെ സ്വപ്നത്തിൽ ഫസ്റ്റ് ഒരു വീട് വേണം, ഫസ്റ്റ് ഹോം. അതിലും ഞാനൊരു കൺസൾട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം എന്നുള്ള ഒരു സംഗതി. ഓക്കെ, ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. ആ ഒരു അടുത്ത സ്വപ്നത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളൊരു സെക്കൻഡ് ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. ഒന്നാമത് ഇതില് ഫസ്റ്റ് ഹോമില് നമുക്ക് ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ ഒരു സെക്കൻഡ് ഹോം മുമ്പാടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് അത് നമ്മുടെ ഡോക്യുമെന്റേഷനൊക്കെ നമ്മളെ പേരിൽ തന്നെ ആക്കിയിട്ട് ചെയ്ത് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹോമിലും എന്താവാം, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതാണ് അപ്പൊ ആ ഒരു സൊല്യൂഷനാണ് ശരിക്കും ഞാനൊരു പരിഹാരമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ കാണുന്നത്. യെസ്. അപ്പൊ നമ്മൾ സംസാരിച്ച് വരുന്നപ്പോൾ നമ്മളിപ്പോ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിപ്പോ ലെവൽ 0-ലാണ്. ലെവൽ 0-ൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയാം. ലെവൽ 2-ലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിന്റെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുപോകുക, ഒരു സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഏരിയ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതുമായി ബന്ധപ്പെട്ട ആളുകളെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നടക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ബിഗ് ലെവലിലുള്ള ഒരു ബിഗ് സ്കെയിലുള്ള സംഭവങ്ങൾ, പ്രൊജക്റ്റുകൾ റൺ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ BTalk ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ലെവൽ 10 ആകുമ്പോഴേക്ക് നമ്മളെ പൊസിഷനിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ ആ സൊല്യൂഷൻ പ്രൊവൈഡറും ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ആ സൊല്യൂഷൻ ആവശ്യമുള്ള ആളുകളുമായിരിക്കും. നമ്മൾ അവരെ അങ്ങനെ ഏതെങ്കിലും പേരിൽ ഇവിടെ വിളിച്ചു വരുത്തല്ല ചെയ്യുന്നത്, മറിച്ച് ആ സൊല്യൂഷനാണ് അവരോട് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ജംഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോക്ക് ഷോയുടെ ലെവൽ 10-ൽ വരുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹോം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതായിരിക്കും ആ ടോക്ക് ഷോയുടെ പേര്. അപ്പൊ അത് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും ഇവിടെ ചുറ്റും ഇരിക്കുക. അവിടെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ട് ആ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ആളുകൾ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ ഇതിന്റെ ഒരു ലെവൽ 10-ന്റെ ഉദ്ദേശം. ലെവൽ 10 നമുക്ക് 1, 2, 3 അല്ലെങ്കിൽ 1, 2 ആളുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ 100 ആളുകൾ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതൊരു സ്ട്രാറ്റജിക് കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് എ പ്രൊജക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പുകൾ പോകുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഡിഫറെന്റ് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ആ ആവശ്യമായി വരുന്ന ആളുകളെയും കൂടി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു ലെവലുകൾ ഇതിൽ വരുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഔട്ട്കത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളൊരു പെർഫെക്റ്റ് ലെവലിൽ നമ്മൾ ആ പ്രൊജക്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതായത് റിയലി ആരാണോ ആവശ്യക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവുന്നതാണ്. അതാണ് ഈ ഒരു ടോക്ക് ഷോയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ഒരു 3, 4, 5-ാമത്തെ ക്ലസ്റ്ററാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5, 6 നല്ല പ്രൊജക്റ്റുകൾ ആളുകളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് അതിനകത്ത് 100% ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് BTalk TVയുടെ ലക്ഷ്യവും ഉദ്ദേശവും. ഓക്കെ, ഞാൻ ഷമീറിലേക്ക് വരാം. ഓക്കെ, സമീർ പറയൂ, താങ്കൾ എന്ത് സൊല്യൂഷനാണ് ആളുകൾക്ക് കൊടുക്കുന്നത്? ഓക്കെ, ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഇറ്റ്സ് മീ സമീർ അമ്മച്ചേരി, ദ ബ്രാൻഡിംഗ് വിഷ്വലൈസർ. വിഷ്വലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിൽ വരുന്നത് വിഷ്വലൈസ് ചെയ്തു കൊടുക്കുക.
അപ്പോൾ ഒരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏത് പരിപാടിയാണ്, അല്ലെങ്കിൽ എസ്പെഷ്യലി വിഷ്വലി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മേജർ ഏരിയ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വൺകാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒരു CEO ആണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു BTalk TVയുടെ ഒരു കോർഡിനേറ്ററാണ്. അപ്പം ഇത് ശരിക്കും ഞാൻ ചെയ്യുന്നത് ഒരു വിഷ്വലൈസിങ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മിസ്റ്റർ മസ്റ്റ് ഉണ്ട്, സാറുണ്ട്, ജംഷി സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു വിഷ്വൽ ബ്യൂട്ടി സൊസൈറ്റിയിലേക്ക് അത് വളരെ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ആ ഒരു നിഷ്ഠാണ് ഞാൻ ഏറ്റെടുത്തുള്ളത്. ഇപ്പം ചെറുപ്പം മുതലേ ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെ അതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് നമ്മുടെ MG അദ്ദേഹത്തെ ഒരു പോർട്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന് ലൈറ്റ് കൊടുക്കാൻ, ഏത് രീതിയിൽ പോർട്രേറ്റ് ഇതിന് ഭംഗി ഉണ്ടാവുന്നതിനെ കുറിച്ച് ഒരു നോളജ് ഇത്ര കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതാണ് എന്നെ കുറിച്ച് ഇൻ ഷോർട്ട് ആയിട്ട് പറയുന്നത്. ആസ് എ ബ്രാൻഡ് വിഷ്വലൈസർ എന്ന നിലക്കാണ് ഞാൻ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, ശരി. നമ്മൾ ലെവൽ 2ലേക്ക് അല്ലെങ്കിൽ ലെവൽ 1ലേക്ക് നിങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളെ ഏരിയനെ ഒന്നുകൂടി കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ ഈ സൊല്യൂഷൻ പ്രസന്റേഷൻ മാറണം എന്നുള്ളതാണ്. ഈ സൊല്യൂഷൻ പ്രസന്റേഷന്റെ രീതി, ഈ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ദ മേജർ പ്രോബ്ലം യു ആർ സോൾവിങ് എന്നുള്ളതാണ്. അതാണ് എന്തോ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ആ പ്രശ്നം എന്താണ് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് റിയലി സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ആളുകൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്ത് പ്രോബ്ലത്തിനാണ് ഞാൻ ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഈ സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഹൂ ആർ ദ പീപ്പിൾ യു ആർ സോൾവിങ് ഇറ്റ് ഫോർ? ആർക്ക് വേണ്ടിയാണ് ആരാണ് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആരാണ് നിങ്ങളുടെ മുസ്തഫ സാർ നിങ്ങളുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ പ്രശ്നമാണെന്നുള്ളത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആരാണ്? ചെറുപ്പമാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാത്ത ഒരാളെയും എനിക്ക് ആവശ്യമില്ല. ചെറുപ്പമാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചെറുപ്പം നിലനിർത്താനും ചെറുപ്പമാവാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓക്കെ. ഇതേ ചോദ്യം ഞാൻ റഹീം സാറോട് ചോദിക്കാം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന, കാരണം നമ്മൾ ജനറലി എല്ലാ ആളുകളെയും ടാർഗറ്റ് ചെയ്യുന്നതിൽ നിങ്ങളെ നിഷ് ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്? നിഷ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള പോസിറ്റീവായി ചിന്തിക്കുന്ന സംരംഭകരെയാണ്. സംരംഭകരാണോ ഇൻവെസ്റ്റർ ആണോ? സംരംഭകരാണ് ഇൻവെസ്റ്റർ ആയിട്ട് മാറുക. ഹൈലി മൈൻഡ് സെറ്റ് ഉള്ള, ഭാവിയിൽ ഒരു എന്താ പറയാ, ഒരു ഞാൻ ഇവിടെ എവിടെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന, തീവ്രമായി ചിന്തിക്കുന്ന, അതിയായി ആഗ്രഹിക്കുന്ന ഒരു സംരംഭകനാണ് ഇൻവെസ്റ്റർ ആയിട്ട് മാറുക. ശരിക്കും യഥാർത്ഥത്തിൽ. ഓക്കെ, ഗ്രേറ്റ്. അതാണ് നിങ്ങൾ സിമ്പിളായിട്ട് പറയുന്നത്. ഇതേ ചോദ്യം ഞാൻ ജംഷിയോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ? ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ വെച്ചാൽ ഒരു NRI ക്ലയൻസ്, NRIs ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പ്രധാന കാരണം എന്തായിരിക്കും NRIs? അത് NRIsന് ഇപ്പോ NRIs വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഒന്നാമത് വെച്ചാൽ അവര് അവിടെ ഹൈ ഇൻകത്തില് അല്ലെങ്കിൽ ഒരു ഇൻകത്തില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അവർക്ക് നാട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വാർദ്ധക്യ ലൈഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്കൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ലെവലിലാണ് ഞാൻ മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ബിസിനസ് ആയിരുന്നു. ഓക്കെ, ശരി. ഓക്കെ, സമീർ, ഞാൻ ഇതേ ചോദ്യം സമീറിനോട് ചോദിച്ചാൽ സമീർ എന്ത് പറയും? ആരാണ് എന്റെ ടാർഗറ്റ് ഓഡിയൻസ്? ആരാണ് കറക്റ്റ്, അതായത് റിയൽ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ആർക്കാണ് നിങ്ങൾ ഈ സൊല്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ വിസിബിലിറ്റി വേണ്ടവർക്ക്, ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ആർക്കായാലും അവർക്ക് നമുക്കൊരു റൈറ്റ് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു സാധ്യത സിറ്റുവേഷൻസ് ഇന്ന് നമ്മുടെ ഈ ഒരു വൺകാസ്റ്റ് സ്റ്റുഡിയോ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ പല ബിസിനസ് ഓണ്ടർപ്രണേഴ്സും അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ആളുകളും അവരൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ അവർക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറം ഇവർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അവർക്ക് എങ്ങനെയാണ് ഒരു പൊസിഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു സ്ട്രാറ്റജിക് വിസിബിലിറ്റിയാണ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇപ്പോൾ റീൽസ് ഇടുക, അത് അതിന് ഒരു പക്ഷേ ജസ്റ്റ് കണ്ട് സ്വൈപ്പ് അടിച്ച് പോകാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇൻഡെപ്തിലേക്ക് പോകുന്ന പരിപാടി. അപ്പൊ അവരുമായിട്ട് ഈ ക്ലയന്റുമായിട്ട് 1-to-1 ഇരിക്കണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഏത് മേഖലയാണ് എനിക്ക് വിസിബിലിറ്റി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിലായിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. സോ ഞാൻ അടുത്ത ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞപ്പോൾ സെമീറിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ പ്രൊഡക്ഷൻ അല്ലേ? അത് ഏത് റേഞ്ചിലാണെങ്കിലും ഒരു കൺവിൻസിങ് വീഡിയോ പ്രൊഡക്ഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണെങ്കിൽ അതല്ലെങ്കിൽ ആഡ് ചെയ്യട്ടോ. ജംഷിയോട് ഞാൻ ചോദിക്കുന്നു, മൈക്ക് കൊടുക്കും. ഓക്കെ, ജംഷിയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീടിൽ നിന്നും കുറച്ച് അകലെ ഒരു ടൂറിസ്റ്റ് പിന്നെ ഏരിയാസിൽ ടൂറിസ്റ്റിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒരു ഹോം സ്റ്റേ ആയിട്ടോ റിസോർട്ട് പോലെയോ ഒക്കെ ആളുകൾക്ക് ഫാമിലിക്ക് വെക്കേഷനൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്കും അവരുടെ ഫാമിലിക്കും ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ അല്ലാത്ത സമയത്ത് അത് റെന്റ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ സെല് ചെയ്യാനൊക്കെ പറ്റുന്ന മോഡലുള്ള വീടുകൾ ആണോ? ശരിയാണോ? അതാണ് നിങ്ങളെ പ്രൊഡക്റ്റ് ആയിട്ട് കറക്റ്റ് ആണല്ലോ? ശരി, ഓക്കെ. റഹീംജി, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റുകൾ അവരിലേക്ക് എത്താനും ഇനി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള അഡ്വൈസ് ചെയ്യുക, ഇതാണോ നിങ്ങളെ പ്രൊഡക്റ്റ്? തീർച്ചയായിട്ടും. അതായത് നമ്മളെ ആളുകൾക്ക് ഒരു പക്ഷെ ചില ആളുകൾക്ക് കുറെ കാശ് ഉണ്ടാവും, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അറിയില്ല. ചില ആളുകൾക്ക് കാശ് ഉണ്ടാവില്ല, അവർ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കിട്ടിയ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും, ബ്രില്യൻ്റ് ആയിട്ടുള്ള ജെൻസീസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് കാശ് ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ ക്ലബ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. മുസ്തഫാജി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ എംജിം എന്ന് പറയുന്ന ഫിറ്റ്നസ് സെന്ററിൽ ആളുകൾക്ക് വരാം. അവിടെ ഫിറ്റ്നസ് നിലനിർത്താനുള്ള ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അവിടെ അതിനുവേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ട്. ആവശ്യമായ രീതിയിൽ അവരുടെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് വരാം. ഇഷ്ടമുള്ളത്ര സമയം അവർക്ക് അവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഫിറ്റ്നസ് നിലനിർത്താം. നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനർ, കറക്റ്റാണോ നോക്കണുണ്ടോ, ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനറിനെ അവർക്ക് കൊടുക്കും. ആ ട്രെയിനർ ആ വ്യക്തിക്ക് മാത്രമായിട്ട് കൃത്യമായിട്ട് അയാൾക്ക് വേണ്ട ഫിറ്റ്നസ് ട്രെയിനിങ് അയാൾക്ക് കൊടുക്കും. അതിൻ്റെ ചാർട്ടുകൾ കൊടുക്കും. അയാളുടെ ഫിറ്റ്നസ് രീതികൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. വേണ്ട ഇമ്പ്രൂവ്മെന്റ്സുകൾ കൊടുക്കും. വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ശരിയാണല്ലോ അല്ലേ? ഇതാണല്ലോ മറ്റു പ്രൊഡക്റ്റുകൾ. അതേപോലെ തന്നെ മറ്റുള്ള ട്രെയിനറും ആക്കും. അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് ട്രെയിനർ ആവണം, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫൈഡ് കോഴ്സുകളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 3 സംഭവങ്ങളാണ് മേജർലി നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും. ഇനി നമുക്കൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് മറ്റുള്ള ആളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നു എന്നുള്ളതാണ്. നമുക്കിനി ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ മറ്റുള്ള ഇതേപോലെ നിങ്ങളുടെ തന്നെ പോലെ നിങ്ങളുടെ കോമ്പറ്റീറ്റർമാരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നാട്ടിലുണ്ടാവും, അല്ലാതെ ഉണ്ടാവും, ഓൺലൈനിലുണ്ടാവും. ഒരുപാട് കോമ്പറ്റീറ്റർമാരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ പറയാം. ഓക്കെ, നമുക്ക് മറ്റുള്ള സാധാ ജിമ്മുകളിൽ പിന്നെ വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവും, കാർഡിയോ ഉണ്ടാവും, സാധാ എല്ലാ ജിമ്മുകളും ഉണ്ടാവും. പക്ഷെ ഇതിന് പുറമെ ഏകദേശം 10ഓളം കാര്യങ്ങൾ ഞങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നിന്നാൽ റിസ്ക് ഫാക്ടർ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലെ. ഇപ്പൊ എസ്പെഷ്യലി നമുക്കറിയാം ലോഹിതദാസ്, രാജൻ പി ദേവ്, അതുപോലെ സുകുമാരൻ, പിന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ, MG സോമൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ 40 വയസ്സിൽ തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 40 വയസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇറ്റ്സ് എ റിസ്ക് ഫാക്ടർ. ഒരാളെ റിസ്ക് ഫാക്ടർ തുടങ്ങുന്ന അയാൾക്ക് ഒരു അസുഖം വന്നാൽ ഹെൽത്തി ആയാൽ പോലും അയാൾ റിസ്ക് ഫാക്ടർ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് ഈ 40 ഏജ്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഏകദേശം അതിൻ്റെ മേലെ റിസ്ക് ഫാക്ടറിൽ മൂവ് ചെയ്യിക്കുന്ന ആളുകളാണ്. ഈ ആളുകളുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ആളായിരിക്കും കുറ്റം പറയാം, അയാളെങ്ങനെ വലിക്കുന്ന അയാളെ ലൈഫല്ലേ. അതിനേക്കാൾ കൂടുതൽ ഈ സിഗരറ്റിന്റെ പുക ചെല്ലുന്ന അയാളെ വൈഫിലേക്കോ കുട്ടികൾക്കോ പാരന്റ്സിലേക്കോ ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷൻ അവർക്കാണ്. ആ ഫാമിലി ചിലപ്പം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇന്നിപ്പോ വിസറൽ ഫാറ്റ് ഏറ്റവും കൂടുതൽ, അതായത് വയറ് ചാടാത്ത ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വിസറൽ ഫാറ്റ് കൂടുതലാണെന്നാണ്. ഏറ്റവും ഇന്ന് ആളുകൾ അടിച്ചു പോകുന്ന വിസറൽ ഫാറ്റ് കൂടുതലുള്ള ആളുകളാണ്. ഈ ആളുകളിലും റിസ്ക് ഫാക്ടർ ഒളിഞ്ഞു കിടക്കും. അപ്പൊ ഇതുപോലത്തെ ആളുകൾ ജിമ്മിൽ ചെയ്യുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ചില വർക്കൗട്ട് കൊടുക്കാൻ പാടില്ല, ചില വർക്കൗട്ട് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ. ഇത് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് വർക്കൗട്ട് പ്ലാനും കസ്റ്റമൈസ്ഡ് ഡയറ്റ് ചാർട്ടും അസസ്മെന്റ് ടെസ്റ്റും കൗൺസിലിങ്ങും ഫുൾ ബോഡി ചെക്കപ്പും ആണ് MG വ്യത്യസ്തമാക്കുന്ന.
റഹീംജി, നിങ്ങളെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നിലവിലുള്ള കോമ്പീറ്റർമാരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തമാക്കുന്നത്? നിലവിൽ നമ്മളൊരു ബിസിനസ്സിൽ ടീം ബിൽഡിംഗ് ഉണ്ടാവും, സിസ്റ്റം ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് കൺസൾട്ടിംഗ് ആണ് അധികം ആളുകളും കൊടുക്കാറ്. നമ്മൾ കൺസൾട്ടിങ് കൊടുക്കുന്ന ആളുകൾ കൺസൾട്ടിങ് കൊടുക്കും, അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. അല്ലാത്ത ആളുകൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. യുണീക്നെസ്. നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഇൻവോൾവ് ആവും? നമ്മൾ ഇൻവോൾവ് ആവില്ല, ടീം ഇൻവോൾവ് ആവും. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സെക്കൻഡ് ഹോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും എങ്ങനെയാണ് താങ്കളെ വിഭിന്നമാക്കുന്നത്? എന്താണ് നമ്മൾ വിഭിന്നമാക്കുന്നത്? നമ്മളൊരു യുണീക്ക് ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഡിസൈനിങ്ങിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആണെന്നല്ലേ? ഓക്കെ. പിന്നെ ഒരാൾക്ക് അത് വിൽക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വിൽക്കാനുള്ള ഒരു മാർഗം പാടെ നമ്മളത് സ്ട്രാറ്റജി അതിനകത്ത് ഉണ്ടാവും, ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അല്ലേ? ഓക്കെ, താങ്ക് യു. സമീർജി, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ ബ്രാൻഡ് വിഷ്വലൈസർ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന പോലെ മീഡിയ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എങ്ങനെ വ്യത്യസ്തമാകുന്നു? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പൊ സാധാരണ വെറും റീൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഈ ക്ലയന്റിന്റെ പെയിൻ പോയിന്റ് ചൂസ് ചെയ്തിട്ട് അവർക്ക് എന്താണോ ഒരു റിയൽ സൊല്യൂഷൻസ് വേണ്ടത് അത് അവരുമായിട്ടൊരു 1-to-1 ഇരുന്നിട്ട് അവരുടെ ഒരു പെയിൻ പോയിന്റിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതാണ്. അങ്ങനെ അതാണ് ശരിക്കും വിസിബിലിറ്റി. മറ്റേത് നമ്മളൊരു നോർമൽ ലെവലിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്ട്രാറ്റജിക് വിസിബിലിറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് അയവർക്കാം. ഒന്ന്, നമ്മൾ പ്രോബ്ലം വി സോൾവ്. നമ്മൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്? നമ്മൾ വി ഐഡന്റിഫൈ ദ റിയൽ പ്രോബ്ലം ആൻഡ് പീപ്പിൾ വി സെർവ്. നമ്മൾ എന്ത് പ്രശ്നത്തിന്, അത് സത്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെ അറിയാമെങ്കിലും റിയൽ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ പ്രോബ്ലത്തിന് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒന്നും കൂടി മിൻഡത്തിൽ നമ്മൾ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലർക്കും അത് അറിയില്ല. അത് ഏത് ആളിനെ ബേസ് ചെയ്തിട്ടാണ്, ആളുകൾക്ക് എന്ത് സർവീസാണ് കൊടുക്കുന്നത്, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളത് ഒന്നും കൂടി റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അവർ സൊല്യൂഷൻ, നമ്മുടെ സൊല്യൂഷൻ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം. കറക്റ്റ്, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ഈ ഒരു പ്രശ്നത്തിന് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ഈ ഒരു പ്രശ്നത്തിന് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വി ഷെയർ അവർ യുണീക്ക് സൊല്യൂഷൻ ആൻഡ് ഹൗ ഇറ്റ് ക്രിയേറ്റ് വാല്യൂ എന്നുള്ളത് പറയാൻ കഴിയും. അവർ ഡിഫറൻസ്, നമ്മൾ എന്താണ് എത്തുന്നത്, വി ഡിസ്കസ്ഡ് വാട്ട് മേക്സ് അവർ സൊല്യൂഷൻ ഡിഫറെൻറ്റ് ആൻഡ് ബെറ്റർ. മറ്റുള്ള ആളുകളിൽ നിന്നും എങ്ങനെ വിഭിന്നമാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നേക്കാളും എങ്ങനെ ബെറ്റർ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇമ്പാക്ട് ആൻഡ് റിസൾട്ട്, വി ഹൈലൈറ്റഡ് ദ ഇമ്പാക്ട് ക്രിയേറ്റഡ് ആൻഡ് റിസൾട്ട് അച്ചീവ്ഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിലും നമ്മൾ റിസൾട്ട് അച്ചീവ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ വിൽക്കുക എന്നുള്ള അവരുടെ ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ വിഷൻ, നമ്മളെ വിഷനിൽ അലൈൻഡ് ആണോ എന്നുള്ളത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ വിഷനുമായിട്ട് അലൈൻഡ് ആണോ എന്നുള്ളതും കൂടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൊല്യൂഷൻ എന്നുള്ള, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്കാണ് വരാൻ പോകുന്നത്. 8 മിനിറ്റ് സമയമുള്ളൂ, നമുക്ക് എഴുന്നേറ്റ് പോകാനൊന്നുമില്ല. ചെറിയൊരു ബ്രേക്കാണ്.